ഹലോ എവ്രി വൺ. ഇത് ഇംഗ്ലണ്ടിലെ ഒരു കനാലാണ്. ഇത് ഒരു കനാലെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഇംഗ്ലണ്ട് മൊത്തം, അതായത് യു കെയിലെ പല ഭാഗങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന കിലോമീറ്റർ കണക്കിന് നീളമുള്ള കനാലാണ്. ഇത് മൊത്തം മനുഷ്യനിർമ്മിതിയാണ്. ഓക്കെ, ഇത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ 300 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നിർമ്മിച്ചതാണ്. അന്ന് ചരക്ക് ഗതാഗതത്തിനും പിന്നെ ആൾക്കാരുടെ ഉല്ലാസ യാത്രകൾക്കും ഒക്കെ വേണ്ടിയാണ് ഈ കനാൽ നിർമ്മിച്ചേക്കുന്നത്. ഇപ്പോഴും ഈ കനാലുകൾ പ്രവർത്തനമാണ്. ഇതെല്ലാ വർഷവും അവർ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ സൈഡിലുള്ള വാക്ക് വേ ഉണ്ട്, ഇതിൽ സൈക്കിൾ ചെയ്യാം, നടക്കാം, അങ്ങനെയുള്ള രീതിയിൽ ഇത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. ഇത് യു കെയുടെ ശരിക്കും പറഞ്ഞ ഒരറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈഡിലത്തെ കെട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഇടിഞ്ഞ് വീഴുന്നില്ല. ഇത് ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി ഉയരങ്ങളും കൂടെയാണ് ഈ കനാൽ പോകുന്നത്. അതായത് ഈ ഭൂമിയുടെ ലെവലനുസരിച്ച് ഈ പറയുന്ന കനാലും അതിനനുസരിച്ച് പൊങ്ങിയാണ് പോകുന്നത്. അപ്പോൾ അതിലെ ബോട്ടുകളും ബാക്കിയുള്ള യാത്രാ സംവിധാനങ്ങളും അതിനനുസരിച്ച് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടി വേറെ ഒരു ടെക്നിക്ക് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം. ഇപ്പോൾ ഈ കാണുന്നത് ഈ കനാലുകൾ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നൂറ്റാണ്ടുകളായിട്ട്. ഇതിന് ചുറ്റും ഇതിന് കുറേ പാലങ്ങളുണ്ട്. അതൊക്കെ ഈ പറയുന്ന നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. അതിപ്പോഴും വർക്കിംഗ് ആണ്. ഇപ്പോൾ ഈ കനാലിൻ്റെയൊക്കെ സൈഡിലത്തെ തിട്ടകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ കല്ല് വെച്ച് കെട്ടിയേക്കുന്നതാണ്. ഇതൊക്കെ അന്ന് നിർമ്മിച്ചത് ഇപ്പോഴും നിൽപ്പുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഓരോരോ ചെറിയ കലുങ്കുകളും റോഡുകളുടെയൊക്കെ അവസ്ഥ നമ്മൾ ആലോചിച്ച് പോകുന്നത്. കാരണം ഈ പറഞ്ഞ സാധനങ്ങളൊന്നും നശിച്ചു പോകുന്നില്ല. ഇത് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്, ബിൽഡ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലുള്ള മെറ്റീരിയൽസ് വെച്ച് ക്വാളിറ്റി ഉള്ള രീതിയിൽ പണിയുന്നുണ്ട്. കാലാകാലം നിലനിൽക്കുന്നു. നമ്മുടെ നാട്ടിലും ഈ ഫണ്ടുകൾ ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള രീതിയിൽ പണിയാനുള്ള ഫണ്ടുകൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിർമ്മിക്കുന്നത് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ 10% പോലും ശരിക്കും പറഞ്ഞാൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും വീണ്ടും നാറാണത്തെ പ്രാന്തം കല്ലുരുട്ടി കയറ്റി താഴേക്ക് ഇടുന്ന പോലെ തന്നെ നമ്മൾ വീണ്ടും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊരിടത്തെ ഒരു റോഡ് പണിയും കഴിയുന്നില്ലല്ലോ. ടാർ ചെയ്യുന്നു, മഴക്കാലം വരുമ്പോൾ വീണ്ടും മഴേനെ കുറ്റം പറയുന്നു. ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല മഴകളുള്ളത്, വേറെയുള്ള ഇഷ്ടംപോലെ രാജ്യങ്ങളിൽ എല്ലാ വർഷവും നമ്മുടെ നാട്ടിൽ പെയ്യുന്നതിലധികം കൂടുതൽ മഴയും കാലാവസ്ഥ വ്യതിയാനങ്ങളും ഉണ്ട്. പക്ഷേ അതെല്ലാം അവിടുത്തെ റോഡുകളും അവിടുത്തെ ബാക്കിയുള്ള നിർമ്മിതികളും അതിജീവിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ക്വാളിറ്റിയുടെ ഒരൊറ്റ പ്രശ്നം കാരണം മാത്രമാണ് ഇതൊന്നും അതിജീവിക്കാത്തത്. കൂടുതൽ കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിയിക്കാമെന്ന് കരുതി.